ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗൃഹത്തിൽ വിളക്ക് തെളിയിക്കേണ്ടതെങ്ങനെ, എത്ര തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നിത്യവും നമ്മൾ വിളക്ക് വെക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ സൂര്യോദയത്തിന് മുമ്പും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും വേണം നമ്മൾ ഗൃഹങ്ങളിൽ ദീപം തെളിയിക്കാൻ. ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് എത്ര ദീപമാണ് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര തിരിയിട്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട്. വിളക്കിൽ തിരിയിടുന്ന എണ്ണത്തിന് കണക്കില്ല, ദീപത്തിനാണ് പ്രാധാന്യം. സാധാരണ രീതിയിൽ ഗൃഹത്തിൽ വിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും തിരിയിട്ട് വിളക്ക് വെക്കുക. ആദ്യമായി കിഴക്കും രണ്ടാമത് പടിഞ്ഞാറും വിളക്ക് തിരിയിട്ട് വിളക്ക് കത്തിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ നേരിട്ട് തീപ്പെട്ടി കൊണ്ടോ ലൈറ്റർ കൊണ്ടോ വിളക്ക് കത്തിക്കാതെ ഏറ്റവും നല്ലൊരു ഉത്തമമായ ഒരു അവസ്ഥയാണ് ഒരു പൊടിവിളക്കിൽ രണ്ട് തിരിയിട്ട് കത്തിച്ചിട്ട് ആ വിളക്ക് ഉപയോഗിച്ച് ദീപം തെളിയിക്കുക. ആ തെളിയിക്കുന്ന ദീപം ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 മിനിറ്റ് അല്ലെ കുറഞ്ഞത് 3/4 മണിക്കൂറെങ്കിലും നമ്മുടെ വീട്ടിൽ ആ ദീപം തെളിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതാണ് ചെറിയ, നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന ചെറിയ നിലവിളക്ക് കൊണ്ട് വീടുകളിൽ വിളക്ക് വെക്കും. അപ്പോൾ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് വെക്കും. അപ്പോൾ ആ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആ വിളക്ക് സ്വയം കത്തി തീരണം, തന്നെ അണയണം എന്നാണ് അവർക്കൊക്കെ അങ്ങനെയാണ് അറിവ് കിട്ടിയിരുന്നത്. അപ്പം ഞാനുമായിട്ട് സംസാരിച്ചു, അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയല്ല, ഏറ്റവും ചെറിയ വിളക്കുകൾ നമ്മൾ ക്ഷേത്രത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന വിളക്കുകളാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ ശ്രീകോവിലിനുള്ളിൽ നെയ്വിളക്കൊക്കെ പുറത്തും ചുറ്റുമൊക്കെ ആയിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചെറിയ വിളക്കുകൾ. നമ്മുടെ വീട്ടിൽ കുറച്ച് വലിയ നിലവിളക്ക് തന്നെ വേണം വീടുകളിൽ ഉപയോഗിക്കാൻ. ഏറ്റവും കുറഞ്ഞത് ഒരു 40-3/4 മണിക്കൂറെങ്കിലും ദീപം തെളിഞ്ഞ് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ അത് കരിന്തിരി കത്താതെ ആ സമയം വരെ നിലനിൽക്കാൻ എത്രത്തോളം വലിപ്പമുള്ള വിളക്ക് വേണോ അതാണ് അതിൻ്റെ കണക്ക്. അപ്പം അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു 40 മിനിറ്റെങ്കിലും നമ്മുടെ വീട്ടിൽ ഗൃഹത്തിൽ ദീപം തെളിയണം. അത് അണയ്ക്കുന്നതിന് പ്രത്യേകിച്ച് ഇത്ര സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അണയ്ക്കണമെന്നില്ല. അണയ്ക്കുന്നത് കുറച്ച് വൈകിയാലും ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. കുറച്ച് വൈകിയാലും നാമജപം നമുക്ക് എത്ര വേണമെങ്കിലും നാമം ചൊല്ലാം. 2 നേരം നാമം ചൊല്ലാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു നേരമെങ്കിലും നമ്മൾ ഗൃഹത്തിലെ നാമം ചൊല്ലണം. അത് സന്ധ്യാസമയത്താണ് ഏറ്റവും ഉത്തമം. സന്ധ്യയ്ക്ക് മുമ്പ് വിളക്ക് തെളിയിച്ച് സന്ധ്യാസമയത്ത് നമ്മൾ നാമം ചൊല്ലുക. ഈ നാമം ചൊല്ലി ശേഷം കുറച്ച് വൈകിയായാലും കഴിഞ്ഞ് വിളക്കണച്ചാൽ മതി. അതുപോലെ വിളക്കിൽ നമ്മൾ ദിവസവും എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ ഈ കത്തിക്കുന്ന തിരി രാവിലെ കത്തിച്ച തിരി വൈകുന്നേരം കത്തിക്കാതിരിക്കുക, അല്ലെ വൈകുന്നേരം കത്തിച്ച തിരി പിറ്റേ ദിവസം രാവിലേക്ക് കത്തിക്കാതിരിക്കുക. എണ്ണ മാറ്റണമെന്നില്ല. എണ്ണ, വെളിച്ചെണ്ണ, അതുപോലെ നെയ്യ്, വിളക്കെണ്ണ ഉപയോഗിക്കരുത്. എള്ളെണ്ണ ഇതൊക്കെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഗൃഹങ്ങളിൽ വിളക്ക് വെക്കാനായിട്ട്. അതുപോലെ ഭദ്രദീപം, അതായത് 5 തിരിയിട്ടുള്ള ദീപങ്ങളും തെറ്റില്ല. പക്ഷെ സാധാരണഗതിയിൽ നമുക്കൊരു വീട്ടിൽ വേണ്ടത് കിഴക്കും പടിഞ്ഞാറും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണിക്കുക, അത്ര വേണ്ടു. അത് സങ്കല്പം ചെയ്തു തന്നെയാണ് നമ്മൾ ഗൃഹങ്ങളിൽ വിളക്ക് വെക്കുന്നത്. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും മാത്രം തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ മതി. സാധാരണ വീടുകളിൽ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു രീതി അത് തന്നെയാണ്. അപ്പോൾ
അതിനുശേഷം നമ്മൾ വിളക്ക് അണച്ചു വെക്കുക, കരിന്തിരി കത്താൻ ഇട വരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും നല്ല രീതിയിൽ ഗൃഹങ്ങളിൽ രാവിലെയും വൈകുന്നേരം വിളക്ക് കത്തിക്കുക. ചില വീടുകളിലൊക്കെ ഒരു നേരം മാത്രമേ വിളക്ക് കത്തിക്കാറുള്ളൂ, അതായത് വൈകുന്നേരം മാത്രം വിളക്ക് കത്തിക്കണം എന്നുള്ളൊരു അറിവാണ് അവർക്കുള്ളത്. അപ്പം അങ്ങനെ പോരാ. സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മൾ ഗ്രഹങ്ങളിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കണം. അപ്പം ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇനി അടുത്ത രീതിയിൽ മറ്റ് കാര്യങ്ങളായിട്ട് ക്ഷേത്ര പ്രദക്ഷിണം അല്ലെങ്കിൽ മറ്റ് ആചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ വിളക്കുമായിട്ട് ഏറ്റവും ലഘുരൂപത്തിലാണ് ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ അറിവിലേക്ക് തന്നത്. വിസ്തരിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നിലത്ത് വെച്ച് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു താമ്പാലം എങ്കിലും ഒരു തളിക അല്ല അങ്ങനെയെങ്കിലും വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം. വെറും നിലത്ത് വെച്ച് കത്തിക്കാനും പാടില്ല വിളക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് വിസ്തരിക്കാനുണ്ടെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇനിയും ചെയ്യുന്ന ഓരോ വീഡിയോകളെക്കുറിച്ച് അതിനെക്കുറിച്ച് വിസ്തരിച്ച് തന്നെ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.